ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ പിടിച്ചു കുലുക്കുവാൻ തക്കതായ ശക്തിയുള്ള ശനിയും ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉയർച്ചകൾ നേടിയെടുക്കണമെങ്കിൽ ഭാഗ്യഭാവത്തിൽ നിൽക്കേണ്ട ശുക്രനും നീണ്ട 30 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുവാൻ പോകുകയാണ്. വേദജ്യോതിഷപ്രകാരം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമറിയിക്കുന്ന 2 ഗ്രഹങ്ങൾ തന്നെയാണ് ശുക്രനും ശനിയും എന്ന് പറയേണ്ടി വരും. ഗുണഫലങ്ങൾ തരുന്നത് പോലെ തന്നെ ഈ ഗ്രഹങ്ങൾ ദോഷസ്ഥാനത്ത് വന്നാലും മനുഷ്യ ജീവിതത്തിൽ അത്രയേറെ ദൂഷ്യഫലങ്ങൾ നൽകിയിട്ട് മാത്രമേ ഇവ പോവുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ ശുക്രനും ശനിയും ഒരേ രാശിയിലേക്ക് എത്തുന്നത് 3 രാശിക്കാരുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പോവുകയാണ്. ശുക്രൻ്റെയും ശനിയുടെയും നീണ്ട 30 വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ രാശിമാറ്റം കൊണ്ട് ജീവിതത്തിൽ സൗഭാഗ്യങ്ങളെ ഏറ്റുവാങ്ങുവാൻ പോകുന്ന രാശിക്കാരെ പറ്റിയാണ് ഇനി നാം പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിൽ ആദ്യമായി ശനിയുടെയും ശുക്രൻ്റെയും ഈ രാശിമാറ്റം കൊണ്ട് ജീവിതത്തിൽ ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്ന രാശിക്കാർ അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. ഈ അവിട്ടം, ചതയം, പൂരുരുട്ടാതി ഉൾപ്പെടുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവർ വളരെയധികം സ്വപ്നങ്ങൾ ഉള്ളവരാണ്. അതായത് ആഗ്രഹങ്ങൾ ഒരുപാട് ജീവിതത്തിൽ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഇവർ. അതിൽ ചിലതൊക്കെ നടന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും എല്ലാം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ചില തടസ്സങ്ങളൊക്കെ കൊണ്ട്, പ്രധാനമായും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നേടിയെടുക്കുവാൻ കഴിയാതെയും വന്നിട്ടുണ്ട്. എന്നാൽ ഈ 2 ഗ്രഹങ്ങളുടെ സംയോഗം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന തരത്തിലേക്ക് നിങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തിൻ്റെ ഗതി മാറുകയാണ്. അതുപോലെ തന്നെ കുംഭം രാശിക്കാർ ആയിട്ടുള്ള ആളുകളിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി പോലും, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നേടിയെടുക്കുവാനായിട്ടുള്ള പണം പോലും കയ്യിലില്ലാത്തതിനാൽ ഒരുപാട് മനസ്സ് വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ ഒരു ശനിയുടെയും ശുക്രൻ്റെയും 30 വർഷത്തിന് ശേഷമുള്ള ഈ ഒത്തൊരുമിക്കൽ നിങ്ങളുടെ സൗഭാഗ്യത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് വരേണ്ടിയിരുന്ന ചില സാമ്പത്തിക സ്രോതസ്സുകൾ തടസ്സപ്പെട്ട് കിടന്നിരുന്നവയൊക്കെ ഈ തടസ്സങ്ങൾ നീങ്ങി നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത്. അത് കടം കൊടുത്ത പൈസയാവാം, അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബോണസുകളോ എന്തെങ്കിലും ക്ഷേമ പെൻഷനുകളോ ഒക്കെ ആവാം. എങ്ങനെ തന്നെയാണെങ്കിലും നിങ്ങളുടെ കൈകളിലേക്ക് വരേണ്ടിയിരുന്ന, എന്നാൽ വരാതെ തടസ്സപ്പെട്ടിരുന്നവയൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ വന്നു ചേരുന്ന തരത്തിലുള്ള ഒരു ഭാഗ്യവും നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കുന്നുണ്ട്. അതുപോലെ കുംഭം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്നും ചില വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കുന്നതായും ഫലത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും വളരെ ഗുണകരമായ ഫലങ്ങളായിരിക്കും ശനിയുടെയും ശുക്രൻ്റെയും ഈ സംയോഗത്താൽ കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്നത്. അടുത്തതായിട്ട് ശനിയുടെയും ശുക്രൻ്റെയും രാശിമാറ്റം കൊണ്ട് ജീവിതത്തിൽ ഗുണകരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്ന 2ാമത്തെ രാശിക്കാർ ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. മകരം രാശിക്കാർക്ക് ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൊണ്ട് പ്രധാനമായും സംഭവിക്കുവാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ജീവിതത്തിൽ ഭയപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്.
എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഭയമാകാം. അതല്ല എന്നുണ്ടെങ്കിൽ ഭാവിയിലെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഓർത്താവാം നിങ്ങൾ വ്യാകുലപ്പെടുന്നത്. എന്നാൽ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ നിന്നുള്ള ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കുവാൻ പോവുകയാണ്. മാത്രമല്ല, ചില സാഹസികത ഒക്കെ നിറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുവാനും നിങ്ങൾക്ക് ഈ ഒരു ഗ്രഹസംയോഗത്താൽ ഭാഗ്യം ലഭിക്കും. ഇനി മകരം രാശിക്കാരുടെ ധനപരമായ ഉന്നമനത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ശുക്രൻ്റെയും ശനിയുടെയും 30 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒന്നിക്കലിൻ്റെ ഫലമായി സ്വന്തമായി ഒരു ഭവനമില്ലാതിരുന്ന ആളുകൾക്ക് ഒരു ഭവനം സ്വന്തമായി നേടിയെടുക്കുവാനും വാഹനത്തിനു വേണ്ടി ആഗ്രഹിച്ചിരുന്നവർക്ക് വാഹനയോഗവും സിദ്ധിക്കുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് ശുക്രൻ്റെയും ശനിയുടെയും 30 വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ രാശിമാറ്റം കൊണ്ട് ജീവിതത്തിൽ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വരുവാൻ പോകുന്ന രാശിക്കാർ കാർത്തിക, രോഹിണി, മകീരം വരുന്ന ഇടവം രാശിക്കാരാണ്. ഇടവം രാശിക്കാരായിട്ടുള്ള ആളുകളെ പറ്റി എടുത്തു പറയുമ്പോൾ ആദ്യമായി പറയേണ്ടത് ഇടവം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കളെ പറ്റിയാണ്. കാരണം മക്കളുടെ ഉയർച്ച കണ്ട് വളരെയധികം മാനസിക സന്തോഷം അനുഭവിക്കുവാൻ ഇടവം രാശിയിലുള്ള മാതാപിതാക്കൾക്ക് കഴിയുന്ന ഒരു സമയമാണ്. കാരണം ഇടവം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് ഈ ഗ്രഹങ്ങളുടെ അനുഗ്രഹഭാവം കൊണ്ട് ഉണ്ടാകുന്ന ഉയർച്ച കൂടുതലായി പ്രതിഫലിക്കുന്നത് നിങ്ങളുടെ മക്കളിലൂടെ ആയിരിക്കും. അതായത് ഇടവം രാശിക്കാരായിട്ടുള്ള കുട്ടികളുടെയും ഇടവം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കളുടെ മക്കളുടെയും തടസ്സപ്പെട്ടു നിന്നിരുന്ന വിദ്യാഭ്യാസ കാര്യങ്ങളും വിദേശയാത്ര എന്ന മോഹവും തടസ്സപ്പെട്ടു നിന്നിരുന്ന വീട് പണി എന്നിവയൊക്കെ തടസ്സങ്ങൾ നീങ്ങി നല്ല ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഈ ഇടവം രാശിക്കാരായിട്ടുള്ളവരുടെ ഉന്നമനം ആ കുടുംബത്തെ തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഉയർച്ചയിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ളവയായിരിക്കും. അതായത് കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണം നിങ്ങളാണ് എന്നുള്ള തരത്തിലായിരിക്കും ഈ ഗ്രഹങ്ങളുടെ സംയോഗം നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ 2 ഗ്രഹങ്ങളും രാശിമാറ്റത്തിലൂടെ ഒന്നിക്കുന്നത് 2025 മാർച്ച് മാസത്തിലാണ്. അതായത് ഇനി വളരെ ചുരുക്കം നാളുകൾ മാത്രമേ ഉള്ളൂ 2025 മാർച്ച് മാസത്തിലേക്ക് നമ്മൾ എത്തുവാൻ. ഈ ഗ്രഹങ്ങളുടെ അത്യപൂർവമായിട്ടുള്ള ഈ സംയോഗം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ശുഭമായി വന്നു ഭവിക്കട്ടെ. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.